ഇന്ന് ഞാൻ തബൂക്ക് സിറ്റിയിലുള്ള കേട്ടാ. തബൂക്ക് സിറ്റിയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഈ കാണുന്നത് തബൂക്കിൻ്റെ സിറ്റി സെൻറ്ററാണ് കേട്ടാ. ആളും പരിചയമൊക്കെ കാണുന്നുണ്ട്, മരവും ഈത്തപ്പഴവും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇന്ന് നമ്മളിന്ന് തബൂക്ക് സിറ്റിയൊക്കെ കറങ്ങി വരാം. തബൂക്ക് സിറ്റിയിലെ ചെറിയ കാഴ്ചകളൊക്കെ നിങ്ങളെ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ട്രാവൽ ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് പുതിയ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ തബൂക്ക് സിറ്റി സെൻറ്ററിലേക്കാണ് പോണത്. അവിടെ തബൂക്ക് സിറ്റി സെൻറ്റർ എന്താണെന്ന് നമുക്കൊന്ന് കാണാം. ഇവിടെ ഒരു ചെറിയൊരു സിറ്റിയാണ്, പക്ഷെ എന്നാലും അത്ര വീടുകളൊന്നും കുറവില്ല. ഉണ്ടെന്നാലും ഇൻഡസ്ട്രിയൽ ഏരിയ ഒന്നും ഞാൻ കണ്ടില്ല കേട്ടോ. ഇവിടുത്തെ ഇൻഡസ്ട്രിയൽ ഏരിയ ഒന്നും കണ്ടില്ല. കടലില്ലാത്തതുകൊണ്ടായിരിക്കും ഇവിടെ ഇൻഡസ്ട്രിയൽ വലുതായിട്ട് കാണുന്നില്ല. പക്ഷേ വീടുകളും സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു ചെറിയൊരു പാർക്ക് കാണുന്നുണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള. ഇവിടെ ആവശ്യമായ പാകിസ്ഥാനികളാണ്. ഞാൻ ഈ ഭാഗത്ത് വന്നതിൽ ഏറ്റവും കൂടുതൽ പാകിസ്ഥാനികളെ കണ്ടത്. ഇവിടെയും നിയോമിലും എവിടെ പോയാലും പാകിസ്ഥാനികളാണ് കൂടുതൽ. നമ്മൾ തബൂക്ക് സിറ്റി സെൻറ്റർ ലക്ഷ്യമാക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വന്നിട്ട് ഇതുവരെയും തബൂക്ക് സിറ്റി സെൻറ്റർ ഇതുവരെയും കണ്ടില്ല. എന്തായാലും അതിനുള്ള യാത്രയിലാണ്. കുറച്ച് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അതായത് ഒത്തയും തമീമി ലുലുവും ഉണ്ടെന്ന് തോന്നുന്നു തബൂക്കിൽ. എന്തായാലും നമുക്ക് തബൂക്ക് സിറ്റി ഒന്ന് കാണാം, അതോടൊപ്പം നിങ്ങളെയും കാണിക്കാം. ഇത് അൽ ഹൊക്കയർ മാളാണ് കേട്ടോ. ഇവിടുത്തെ ഒരു വലിയൊരു മോളാണിത്, അൽ ഹൊക്കയർ മോൾ. സൂര്യനിങ്ങനെ കണ്ണിൽ തന്നെ അടിക്കുന്നുണ്ട്. ഇതിൽ തമീമി സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കേട്ടോ അൽ ഹൊക്കയർ മാളിൽ. അതേപോലെ സ്ഥലം വെറുതെ കിടക്കുന്നുണ്ട്, പക്ഷെ അത് അവിടെ നിന്നൊന്നും ചെയ്തിട്ടൊന്നുമില്ല. കണ്ടില്ല, തമീമി മാർക്കറ്റ്സ് യെല്ലോ കളറിൽ കാണുന്നു. ഫുള്ള് യെല്ലോയാണ്. ഏറ്റവും വലിയ വാട്ടർ ടാങ്ക്. വാട്ടർ ടാങ്കിനകത്ത് നമുക്ക് കയറാൻ പറ്റുമോ എന്നറിയില്ല. അതിനകത്ത് പക്ഷേ സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. കയറാൻ പറ്റുമെന്ന് തോന്നുന്നു. നമുക്കൊന്ന് അങ്ങോട്ട് പോയാലോ? പക്ഷേ ഇല്ല, അതിനകത്ത് കയറാൻ പറ്റില്ല കേട്ടോ. അങ്ങോട്ടേക്ക് എല്ലാം സെറ്റപ്പ് ഉണ്ട്, പക്ഷെ നോക്കാം. ജസ്റ്റ് വി വിൽ ലുക്ക് ആൻഡ് കം ബാക്ക്. അത് കയറിയ സിറ്റി കാണാം. ഇതാണ് തബൂക്കിലെ വാട്ടർ ടാങ്ക് കേട്ടോ. ഈ കാണുന്നതാണ്. ഇതിനകത്തേക്ക് ജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്, പക്ഷെ ഇപ്പം എന്തായാലും പ്രവേശനം ഇല്ല കേട്ടോ. അതിൻ്റെ ആ സെറ്റപ്പൊക്കെ കണ്ടിട്ട് അകത്തേക്ക് പ്രവേശനം ഉള്ളതുപോലെയാണ് തോന്നുന്നത്. അതെങ്ങനെയാണ് കെട്ടിയിരിക്കുന്നത്. ഇതിനകത്ത് ലിഫ്റ്റും പിന്നെ മേളിൽ നിൽക്കുന്നുള്ള ഒരു വ്യൂ പോയിൻറ്റും അങ്ങനെയൊക്കെ ഉണ്ട്. ആ ഒരു സെറ്റപ്പിലാണ് ഇത് കെട്ടിയിരിക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ ഈ വാട്ടർ ടാങ്ക്. ഞാനെന്നാൽ സൗദി അറേബ്യയിൽ കണ്ട ഒരു വ്യത്യസ്തമായ വാട്ടർ ടാങ്കാണ്. നല്ല രസകരമായിട്ടുണ്ടാക്കിയിട്ടുണ്ട്. സിറ്റി സെൻറ്ററിൽ ഇത് കുറേ സ്ഥലമുണ്ട് കേട്ടോ. ആ സ്ഥലം മൊത്തം ഇങ്ങനെ പച്ചപ്പൊക്കെ വെച്ച് പിടിപ്പിച്ചതേ. നല്ല പച്ചപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല രസമുണ്ട് ഇവിടെ. അതിനകത്ത് കയറാൻ സമ്മതിക്കാമായിരുന്നെങ്കിൽ ഒന്ന് കയറിയിട്ടൊരു വീഡിയോ എടുക്കാമായിരുന്നു. എന്ന് പറഞ്ഞാൽ സിറ്റി മൊത്തം കാണാം. വലിയ ടാങ്ക് കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് കാണും പോലല്ല. ഇത് നല്ല കപ്പാസിറ്റിയുള്ള ടാങ്കാണ്. പക്ഷേ അതിൻ്റെ കപ്പാസിറ്റി ഒന്നും അവിടെ എഴുതിയിട്ടില്ല.
എന്തായാലും ഒരു വ്യൂ പോയിൻ്റ് താഴെയുണ്ട്, മേളിലുമുണ്ട് വ്യൂ പോയിൻ്റ്. പക്ഷേ അത് കയറാൻ സമ്മതിക്കുന്ന വഴിയില്ല. ഇവിടെ അതിന് ചുറ്റി നല്ലൊരു പാർക്കും ഉണ്ട് കേട്ടോ. ഇത് നല്ലൊരു പാർക്ക്, ശരിക്കും പച്ചപ്പുണ്ട്, നല്ല പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ ഇതിനകത്ത് കയറാൻ വഴിയില്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ കയറണമെന്നുണ്ടെങ്കിൽ എല്ലാം പൂട്ടിക്കിടക്കാണ്. നല്ല രസമുള്ളൊരു വാട്ടർ ടാങ്കാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും നല്ല ഒരു അടിപൊളിയായിട്ട് വാട്ടർ ടാങ്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാണുന്നത്. ഇപ്പോൾ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഈ വാട്ടർ ടാങ്ക് കണ്ട് ഞാനങ്ങനെ മതിമറന്ന് നിൽക്കുക. അങ്ങനെ സിറ്റി സെൻറ്ററൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ കുട്ടികളെയും കൂട്ടി അവർക്ക് പാർക്കിൽ പോയി കളിക്കണമെന്ന് പറഞ്ഞ കാരണം പാർക്കിലേക്ക് വന്നു കേട്ടോ. നമ്മൾ പാർക്കിലേക്ക് വന്നപ്പോഴാണ് അറിയുന്നത് ഇവിടുത്തെ പാർക്ക് ഒരു വല്ലാത്ത സംഭവമാണ്. നമ്മൾ കോബാറിലും ദമാമിലും ജുബൈലിലൊക്കെയുള്ള പാർക്ക് കണ്ടിട്ട് ഇവിടത്തേക്ക് വന്നപ്പോഴത്തേക്ക് ഇവിടെ പാർക്കിൽ ഒന്നുമില്ല കേട്ടോ. പാർക്ക് അണ്ടർ കൺസ്ട്രക്ഷൻ ആണോ അതോ പാർക്ക് ഇങ്ങനെ തന്നെയാണോ എന്ന് മനസ്സിലാവുന്നത്. എനിക്ക് തോന്നുന്നത് ഇങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. ഇവിടെ നിറച്ച് മണ്ണും മണലും ആണ്. മണലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുഭൂമിയിൽ നിന്ന് കൊണ്ടിട്ട മണലാണ് കേട്ടോ. ആ മണലിൽ ഒരു രക്ഷയില്ല. എന്തായാലും എൻ്റെ മോൻ്റെ ഒരു ഡാൻസ് കാണാം. പുള്ളി മൈക്കിൾ ജാക്സൺ ആണെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഡാൻസ് ചെയ്യാണ് കേട്ടോ. അടിപൊളി ഡാൻസ്. ഓക്കേ, അടിപൊളി സൂപ്പർ. എന്തായാലും ആ ഡാൻസ് കഴിഞ്ഞു. നമ്മൾ വീണ്ടും പാർക്കിലേക്ക് കയറി. പാർക്ക് ഒരു വൃത്തിയും വെടുപ്പും ഇല്ല കേട്ടോ പാർക്ക്. എന്ന് കഴിഞ്ഞാൽ പാർക്ക് ആരും ഇങ്ങോട്ട് പരിപാലനം നല്ലതുപോലെ നടത്തുന്നില്ല. വെള്ളമൊന്നും ഒഴിക്കാത്തതുകൊണ്ട് പുല്ലൊന്നും വളർന്നിട്ടുമില്ല, ചെടികൾക്കൊന്നും വെള്ളമില്ലാന്ന് തോന്നുന്നു. ആകെ ഒരു ശോചനീയ അവസ്ഥയിലാണ്. ഇവിടുത്തെ മെയിൻ പാർക്കാണ്. അപ്പോൾ നമ്മൾ തബൂക്കിൽ വന്നപ്പോൾ ചിൽഡ്രൻസ് പാർക്കെന്ന് ഗൂഗിളിൽ ചെക്ക് ചെയ്തപ്പോൾ ഈ പാർക്കാണ് കാണിച്ചത്. അങ്ങനെയാണ് നമ്മളിവിടേക്ക് വരാനുള്ള കാരണം. ഇവിടെ വന്നപ്പോഴത്തേക്കും അത് ഒരു സുഖമില്ലാത്ത രീതിയിൽ എന്ന് പറഞ്ഞാൽ നിറച്ച് മണ്ണും, ആ മണ്ണ് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയൊരു സ്ഥലമല്ല. കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യും കാലിലും ഒക്കെ ചൊറി പിടിച്ചണക്കാവും മണ്ണും മണലും ഒക്കെ ആയിട്ട്. എന്തായാലും കുട്ടികൾ 1-2 റൈഡിനകത്തൊക്കെ കയറി, മോളും ചെറിയ മോനും. പക്ഷേ ആൾക്കാരൊന്നും വന്നിട്ടില്ല കേട്ടോ. ആൾക്കാരൊക്കെ വരുമെന്ന് തോന്നുന്നു. എന്തായാലും ഈ ഇവിടെയുള്ള കച്ചവടക്കാരൊക്കെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. 1-2 ഫാമിലി ഇങ്ങനെ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിറച്ചും പാകിസ്ഥാനികളാണ്. പാകിസ്ഥാനി ഫാമിലീസാണ് കൂടുതലും. പിന്നെ എനിക്ക് തോന്നുന്നു സിറിയക്കാരും ജോർദാനീസൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ അവർക്ക് തൊട്ടടുത്ത് തന്നെയല്ലേ സിറിയയും ജോർദാനും ഒക്കെ. അറൗണ്ട് 160 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ജോർദാനായി. അപ്പോൾ അവർക്ക് വലിയ സൗകര്യമാണ്. ഇവിടെ പിന്നെ ഇതിനകത്തുള്ള റൈഡുകളെല്ലാം പെയ്ഡ് റൈഡുകളാണ് കേട്ടോ. ഫ്രീ റൈഡുകളൊന്നുമില്ല. ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിലൊക്കെ കാണുന്ന ആ റൈഡുകളെല്ലാം പെയ്ഡാണ്. ഫ്രീ റൈഡ് കുറവാണ്. എന്നാലും കുട്ടികൾ ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ട്. വീണ് കഴിഞ്ഞാൽ ശരിക്കും മുറിഞ്ഞ് ആകെ ഇതാവും കേട്ടോ. എന്ന് പറഞ്ഞാൽ പുല്ലില്ലാത്തത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവിടുത്തെ കാലാവസ്ഥ അടിപൊളിയാണ്. കാലാവസ്ഥ നല്ല രസമുണ്ട്. അതുകൊണ്ട് ചൂടെന്ന് പറയാൻ വലിയ ചൂടൊന്നും ഇല്ല. എന്നാലും ഒരു 40 ഡിഗ്രിയൊക്കെ വരും. പക്ഷേ ആ ചൂട് നമുക്ക് അങ്ങോട്ട് ഏശുന്നില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പുഴുങ്ങലിൻ്റെ ഇടയിൽ നിന്നൊക്കെ പോയപ്പോഴത്തേക്കും 40 ഡിഗ്രി അടിപൊളിയാണ്. എന്തായാലും ഇവിടെ അടുത്തൊരു പള്ളിയുണ്ട്. എന്തായാലും മഗ്‌രിബിനോടടുത്ത് പള്ളിയിൽ പോയി നമസ്കരിച്ചിട്ട് ഞങ്ങൾ റൂമിലേക്ക് പോകാൻ തീരുമാനിച്ചു. നാളെ നമ്മുടെ യാത്ര അൽ ഉല എന്ന് പറയുന്ന ചരിത്ര നഗരത്തിലേക്കാണ് കേട്ടോ. അവിടെ പോയിട്ട് നമ്മൾ കുറേ ചരിത്ര പ്രസിദ്ധമായ പല സംഭവങ്ങളും കാണാനുണ്ട്. അങ്ങനെ ഇത് ഞങ്ങളുടെ റൂമിൻ്റെ മേളിൽ നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ. ഇവിടെ ഈ സിറ്റി ഒരു അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ നല്ല നമ്മൾ താമസിക്കുന്ന റൂമിൻ്റെ അടുത്ത് വളരെ സെറ്റപ്പായിട്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സിറ്റി കേട്ടോ. അത് എനിക്ക് അത്ഭുതം തോന്നി. അവിടെ എന്താണ് ഇത്രത്തോളം നല്ല രീതിയിലുള്ള ബിൽഡിങ്ങുകളും അതും ഇതൊക്കെ ഉണ്ട്. ഒരു യൂറോപ്പ്
നമുക്ക് മനസ്സിൽ വരും. പക്ഷേ അത് കുറച്ച് തന്നെ ഉള്ളൂ കേട്ടോ. എന്തായാലും റൂമിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചാണ്. അങ്ങനെ പെട്ടെന്ന് കണ്ടതുകൊണ്ട്. എന്നാലും അവിടെ പോയി വീഡിയോ എടുക്കാനുള്ളൊരു സമയമില്ല. ഇനിയിപ്പോൾ നമ്മൾ നമസ്കാരം കഴിഞ്ഞ് നേരെ പോയി കിടന്നുറങ്ങുക. അതിരാവിലെ യാത്ര വീണ്ടും തുടങ്ങാനുള്ള പരിപാടിയാണ്. മഗ്‌രിബിനോട് അടുത്തടുത്ത് വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഗ്‌രിബ് അവിടെയും ഒരു 7-7:25 കേട്ടോ ഇവിടെ മഗ്‌രിബ്. കുറച്ച് ഈസ്റ്റിൽ നിന്ന് ഒരു 45 മിനിറ്റോളം ലേറ്റായാണ് ഈ തബൂക്ക് ഭാഗങ്ങളിലൊക്കെ മഗ്‌രിബ് ആകുന്നത്. ഇശായൊക്കെ നമസ്കരിക്കുമ്പോൾ 9:30 മണിയാവും. എന്തായാലും ഇനി നമുക്ക് നമസ്കാരത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഇനി കൂടുതൽ സമയം വെളിയിൽ ഇങ്ങനെ വേസ്റ്റ് ചെയ്യാൻ സമയമില്ല. പാർക്കിൻ്റെ കുറേ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ കണ്ട് നല്ല ആകാശം നല്ല അടിപൊളിയായിട്ടുണ്ട്. അതാണ് ഞാൻ നിങ്ങളെ ഒന്നുകൂടി കാണിക്കാമെന്ന് വിചാരിച്ചത്. ചെറിയ കാറ്റുമൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. ഈന്തപ്പഴ മരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷേ അതെല്ലാം ഇങ്ങനെ ഉണങ്ങി കരിഞ്ഞണക്കി, അതിനൊന്നും വെള്ളം അങ്ങനെ കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. എന്തായാലും ഇത് പള്ളിയിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് ഇപ്പം നിങ്ങളെ കാണുന്നത്. ഇനി കൂടുതൽ ഒന്നും കാണാനില്ല. എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത നല്ല നല്ല വീഡിയോയുമായി അല്ലു ലൈല വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺ.